ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ട്രഡീഷണൽ ഒരു റെസിപ്പിയാണ് കേട്ടോ. ചക്കരച്ചോറ് എന്ന് വിളിക്കാം. ചില സ്ഥലങ്ങളിൽ ഇതിനെ പാച്ചോറ് എന്നുകൂടി പറയാറുണ്ട്. പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു ഗ്ലാസ് പച്ചരി എടുക്കാം. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കാം. ഈ ഒരു കുക്കർ അടുപ്പിൽ വെക്കാം. അതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ഈ അരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 3 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെക്കാം. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇതേമാതിരിയുള്ള ഒരു ഉണ്ട ശർക്കരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മറ്റേ ശർക്കരയാണെങ്കിൽ ഒരു 6 ആണി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അലിയിപ്പിച്ചെടുക്കാം. മധുരം അധികം വേണ്ടാത്തവർക്ക് ഒരു 5 ശർക്കരയാണി ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഒരു 3 വിസിലൊക്കെ വന്നു കഴിഞ്ഞു. നന്നായിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. കുക്കർ തുറന്ന് നോക്കാം. അരി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ഒരു അരിപ്പയിൽ കൂടി അരിച്ചെടുക്കാം. ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ആഡ് ചെയ്യാം. ഒരു നാളികേരത്തിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ചെറുപഴം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുപഴം അല്ലെങ്കിൽ മൈസൂർ പഴം അല്ലെങ്കിൽ പാളയംകോടൻ പഴം എന്നിങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ പറയാറുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഈ പഴം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു 4 മിനിറ്റ് നേരമെങ്കിലും മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ വേവിച്ചെടുക്കണം. ഒന്നും കൂടി ടേസ്റ്റ് ഇതിൽ കൂട്ടണമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ നെയ്യ് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ കർക്കിടക മാസത്തിൽ കർക്കിടക വാവിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.